ഒരിടക്കാലത്തിന് ശേഷം ബാല അമൃത വിഷയം സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിച്ച ദിവസമായിരുന്നു ഇന്നലെ. പിന്നാലെയാണ് തങ്ങൾക്കൊരു കുഞ്ഞ് വരാൻ പോവുകയാണെന്നും മറ്റും ബാല കോകിലയ്ക്കൊപ്പം നിന്ന് വീഡിയോയിൽ പറഞ്ഞത്. അത് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറവെയാണ് കസ്തൂരി എന്ന ഐഡിയിൽ നിന്നും എലിസബത്തിനെതിരെ ഒരു കമന്റ് വന്നത്. എലിസബത്തിനരികെ ചികിത്സയ്ക്ക് വന്ന ബാലയെ എലിസബത്ത് സാമ്പത്തികപരമായും ലൈംഗികപരമായുമെല്ലാം ദുരുപയോഗം ചെയ്തതാണെന്നും ഇക്കാര്യം ആരെങ്കിലും പരാതിപ്പെട്ടാൽ എലിസബത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ ക്യാൻസലാകും എന്നുമായിരുന്നു ആ കമന്റ്. അതുകണ്ട് അവർക്ക് എലിസബത്ത് നൽകിയ ചുട്ട മറുപടിയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. എന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ അയാളോട് പോയി പറ. ഞങ്ങൾ FB വഴിയാണ് കണ്ടുമുട്ടിയത്. അതിന്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, എനിക്കൊപ്പം നിൽക്കെ മറ്റൊരു സ്ത്രീക്ക് അയാൾ അയച്ച എല്ലാ മെസ്സേജുകളും എൻ്റെ കയ്യിലുണ്ട്. എനിക്കറിയില്ല അയാൾ എങ്ങനെയാണ് വീണ്ടും വിവാഹം കഴിച്ചത് എന്ന്. പോലീസുകാർക്ക് മുന്നിൽ വെച്ചാണ് അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ജാതകത്തിന്റെ പ്രശ്നമുള്ളതിനാൽ 41 വയസ്സ് കഴിഞ്ഞു മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ എന്നാണ് അയാളും അയാളുടെ അമ്മയും എന്നോട് പറഞ്ഞത്. പക്ഷേ മാനസികമായും ശാരീരികവുമായുമുള്ള ഉപദ്രവം സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോഴും ഞാനും എൻ്റെ കുടുംബവും അയാളുടെ ഗുണ്ടകളെയും ഭീഷണികളെയും ഭയന്നാണ് കഴിയുന്നത്. ഞങ്ങളുടെ ബെഡ്റൂം വീഡിയോ അടക്കം ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. എനിക്ക് ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ടി വന്നു. എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നും ഞാൻ അയാൾക്ക് തെറ്റായ മരുന്നുകൾ നൽകിയെന്നും അയാൾ പബ്ലിക്കായി വിളിച്ചു പറഞ്ഞു. ഇത്തരത്തിൽ പലതും വിളിച്ചു പറയുന്ന അയാൾ ഒരിക്കൽ പോലും എന്നെ പീഡിപ്പിച്ചതോ ബലാത്സംഗം ചെയ്തതോ നിരവധി പെൺകുട്ടികളെ വഞ്ചിച്ചതിനെക്കുറിച്ചോ ഒന്നും തന്നെ പറയുന്നില്ല. ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. അതിനു കാരണം ഞാൻ നിസ്സഹായിയാണ് എന്നാണ് എലിസബത്ത് അല്പം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. എലിസബത്തിന്റെ ഈ വാക്കുകൾ അതിവേഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആയിരക്കണക്കിന് പേർ എലിസബത്തിന്റെ ഈ വാക്കുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ബാലയും അമൃതയും തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷമാണ് എലിസബത്തും ബാലയും ഫേസ്ബുക്കിലൂടെ കണ്ടുമുട്ടിയതും പിന്നാലെ വിവാഹിതരായതും. മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ആഘോഷമായിട്ടായിരുന്നു ഇവരുടെ വിവാഹ റിസപ്ഷൻ കഴിഞ്ഞതെങ്കിലും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോകിലയെ വിവാഹം കഴിക്കുവാൻ നേരത്ത് എലിസബത്തുമായുള്ള വിവാഹം ബാലയ്ക്ക് യാതൊരുവിധ തടസ്സങ്ങളും സൃഷ്ടിച്ചിരുന്നില്ല. വീട്ടുകാരല്ലാതെ മറ്റാരും സഹായത്തിനില്ലാത്ത എലിസബത്തിനെ ബാലയും ബാലയുടെ സ്വാധീനത്തിലുള്ള ആളുകളും ചേർന്ന് പറ്റിച്ചതാണെന്ന് വ്യക്തമാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.